ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാം. അഹങ്കാരമില്ല. തമ്മിലായി മൊഴിയോതിയോ നിഴൽ പോലും അറിയാതെ എനിക്ക് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നു. നീ എന്നിലെ ഒളിയായി മാറിയിടുമോ ദുഃഖങ്ങളിൽ കൂടി നിൽക്കാം സ്വർഗങ്ങളിൽ സ്വന്തമാക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നമ്മുടെ ഐഷുവിൻ്റെ വെഡ്ഡിങ് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ അടൂരുള്ള ഈവ്സാൻ റൂബിയിൽ പോയിട്ടാണ് ഞാൻ റെഡി ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫേസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് ഡ്രസ്സ് മാറി ഹെയർ ചെയ്യുക, കമ്മലും മാലയൊക്കെ ഇടാതെ ഉള്ള പരിപാടി. ഇച്ചാനെ ഫുള്ളായിട്ട് റെഡി ആകാനുണ്ട്. അപ്പോൾ ചോദിക്കും ഇച്ചാനും അവിടെയാണ് റെഡി ആവണേന്ന്. ഇച്ചാൻ അവിടെ എല്ലാം റെഡി ആവുന്നത്. പക്ഷേ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ പെട്ടെന്ന് പോയി റെഡി ആയിക്കോ, ഞാൻ ആ സമയം കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. റിസപ്ഷന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ബാക്കി അവിടെ കാണാം. അവിടെ ഒരുങ്ങുന്നതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലായിടത്തും കാണിച്ചു തരാം. എല്ലാരും ഇന്നലത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ ഐശ്വര്യന്റെ ഫസ്റ്റ് നൈറ്റിന്റെ സർപ്രൈസ് കൊടുത്ത വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നല്ല വീഡിയോ ആയിരുന്നു. എനിക്കും ആ വീഡിയോ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം ഏറ്റവും വലിയൊരു മെമ്മറി അല്ലേ അതൊക്കെ. അതൊരു വീഡിയോ ആയിട്ട് എടുത്തിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ പണ്ടത്തെ പോലെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരുമിച്ചുള്ളത്. അതെല്ലാം ഫോൺ മാറുമ്പോൾ എല്ലാം ഒക്കെ പോകും. എൻ്റെ കയ്യിൽ ആകെപ്പാടെ മെമ്മറി ആയിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിലിട്ട യൂട്യൂബ് വീഡിയോസ് മാത്രമാണ് ഞങ്ങളുടെ കല്യാണ സമയത്തുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. ബൈ. അങ്ങനെ ഇവിടെ മുതൽ ഐഷുവിൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ. അവർക്കൊരു ഗ്രാൻഡ് എൻട്രി തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഐഷുവിൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികൾ തന്നെ ആകുമെന്ന് തോന്നുന്നു. ഉറപ്പില്ല, എനിക്കറിയില്ല. പക്ഷേ ഗംഭീരമായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. എല്ലാവരും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് അവരുടെ എൻട്രി. നമുക്കിതൊന്ന് കണ്ടിട്ട് വരാവേ. ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര ലോയലാണ്, ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എനിക്ക് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നു. ചേട്ടൻ നന്നായിട്ട് നോക്കുന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഏറ്റവും പറഞ്ഞത്. അപ്പം തിരിച്ച് ഞാൻ അതുപോലെ തന്നെ നന്നായിട്ട് നോക്കും. She's good actually. Character-wise, she's very good.
അഹങ്കാരമൊന്നുമില്ല. Thank you. Start the program. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് നല്ല വിശപ്പ്. ഞങ്ങളിപ്പോൾ വീടെത്താറായി. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. നീ പെട്ടെന്ന് സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ പാട്ടിട്ട് കളയും. അത് പെട്ടെന്ന് സംസാരിച്ച് തരണം. അങ്ങനെ വീഡിയോ കഴിഞ്ഞ പാട്ടിട്ടു. അങ്ങനെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാട്ട് ഓഫ് ചെയ്തു. അങ്ങനെ റിസപ്ഷനൊക്കെ കഴിഞ്ഞു. എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫുഡ് നേരത്തെ കഴിച്ചായിരുന്നു. അതുകൊണ്ട് കുറച്ച് വിശപ്പ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഇനി പോയിട്ട് ഐഷുവിൻ്റെ റിസപ്ഷൻ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് എഡിറ്റ് ചെയ്യണം. ഇപ്പം മണി 2 മണി ആകാറായിട്ടുണ്ട്. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കിടക്കാൻ. അപ്പോൾ കിടക്കുന്ന നേരത്തെ എനിക്ക് വിശന്ന് കരിച്ചാകാറാവും ഞാൻ. അതുകൊണ്ട് ഇപ്പോഴേ കഴിക്കാൻ വിചാരിച്ചു. ഞങ്ങളിത് തിരിച്ച് എറണാകുളം പോവാണ്. ഭയങ്കര ടയേർഡായി, നല്ല ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു 8-9 മണിയായപ്പോൾ ഇറങ്ങിയായിരുന്നു അല്ലേ? ആ ടൈമിൽ നമ്മൾ ഇറങ്ങി. ഭയങ്കര ക്ഷീണം, ഒട്ടും വയ്യ, ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ഇന്നത്തെ വീഡിയോയും ഇന്നലെ ഇട്ട ഐഷുവിൻ്റെ ഫസ്റ്റ് നൈറ്റ് സർപ്രൈസ് വീഡിയോ ഒക്കെ പോയി കാണുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.